എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 8 ശ്ലോകം 35 അല്ലേ. ഇപ്പം നമ്മൾ കണ്ടു, ധ്രുവ മഹാരാജാവ് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങിയതും ആ ഒരു മനസ്സിലാഗ്രഹിക്കുന്ന ആ ഒരു പദവിയിലേക്ക് എത്താൻ വലിയൊരു റിസ്ക്കാണ് അമ്മ പറഞ്ഞത് കേട്ട് അദ്ദേഹം ചെയ്തത് അല്ലേ. ആ പ്രായത്തിൽ കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങാണ്. അപ്പോൾ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും വിട്ടിറങ്ങിയപ്പോൾ ഭഗവാൻ തന്നെ വഴി കാട്ടാനായി നാരദ മഹർഷിയെ മുന്നിലെത്തിച്ചു. നാരദ മഹർഷി ആദ്യം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനായിട്ട് കുറേ രീതിയിൽ ഉപദേശിക്കുകയും ചെയ്തു. നിന്നെക്കൊണ്ട് സാധിക്കില്ല, സ്വയം തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ നാരദ മഹർഷി ധ്രുവനെ ഉപദേശിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധ്രുവൻ നാരദ മഹർഷിയോട് പറയുന്ന മറുപടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ധ്രുവ ഉവാച സോയം സഹ അയം ശമഃ ഭഗവതഃ സുഖദുഃഖഹദാത്മനം ദർശിതഃ കൃപയാ പുംസാം ദുർദർശഃ അസ്മദ് വിദൈഹി തു യഃ. ഇവിടെ ധ്രുവ ഉവാച, ധ്രുവ മഹാരാജാവ് ധ്രുവൻ നാരദ മഹർഷിയോട് പറയുകയാണ്. പുംസാം അതായത് മനുഷ്യര് എങ്ങനെയുള്ളത്, ദുർദർശഃ അതായത് ശരിയായിട്ടുള്ളതിനെ കാണാത്ത ദുർദർശഃ എന്ന് വെച്ചാൽ അജ്ഞാനികളായ മനുഷ്യർ. അസ്മത് വിദൈഹി തു യഹ. അസ്മത് വിദൈഹി അതായത് എന്നെ പോലെയുള്ള എന്നർത്ഥം. മനസ്സിലായ? എന്നെ പോലെയുള്ള, ഞങ്ങളെപ്പോലെയുള്ള അജ്ഞാനികളായ മനുഷ്യർ സുഖദുഃഖഹദാത്മനം, സുഖവും ദുഃഖവും മാറി മാറി വന്ന് മനസ്സ് ഇങ്ങനെ ഭ്രമിച്ച് അത് ബാധിച്ച മനസ്സോടുകൂടിയ, അതാണ് സുഖദുഃഖഹദ ആത്മനം. അതായത് മനസ്സിനെ നശിപ്പിച്ച സുഖദുഃഖ ചിന്തകളും അതിനെക്കുറിച്ചുള്ള മാനാഭിമാന ചിന്തയിലൊക്കെ പെട്ടിട്ട് ചിന്തിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ഞങ്ങളെപ്പോലെയുള്ള അജ്ഞാനികളായ മനുഷ്യർക്ക് സഹ അയം അങ്ങ് ഈ പറയുന്ന ശമഃ, ശമം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനസ്സിൻ്റെ സമതുലിതാവസ്ഥ. അതായത് നേരത്തെ നാരദ മഹർഷി എന്താ പറഞ്ഞു കൊടുത്തേ? ഇങ്ങനെ തപസ്സിനാകിയിട്ടൊന്നും പോകണ്ട, ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ പൂർവജന്മ കർമ്മമാണ്, കർമ്മപ്രാരാബ്ധമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ മനസ്സിനെ ബാലൻസ്ഡ് ആക്കി വെക്കുക, സമനിലയിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. അതായത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഭഗവാൻ തരുന്ന അനുഗ്രഹമോ ശിക്ഷയോ അല്ല, അത് എൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ കണ്ട് ഈ രണ്ടവസ്ഥയും പ്രകൃതി നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി പ്രകൃതിയെ അറിഞ്ഞ് അതിനെ സമചിത്തതയോടെ തരണം ചെയ്ത് കടക്കുക എന്ന് പറഞ്ഞില്ലേ അങ്ങ്. അതാണ് ശമഃ. മനസ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് മാറ്റുക. അങ്ങനെ, കാരണം അത് പ്രകൃതി നിശ്ചയം എന്ന് മനസ്സിലാക്കി അതിനെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റുക. അങ്ങനെയുള്ള അങ്ങ് പറഞ്ഞ ഈ മാർഗം ഭഗവതഃ ഭഗവാന്റെ കൃപയാ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ദർശിതഃ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ എന്ന്. ഇപ്പം ധ്രുവം പറയാണ്, അല്ലയോ നാരദ മഹർഷിയെ, സുഖവും ദുഃഖവും ജയപരാജയവും മാനാഭിമാന ചിന്തയും ഒക്കെ കൊണ്ട് കലുഷിതമായ മനസ്സോടുകൂടിയ അജ്ഞാനികളായ എന്നെപ്പോലെയുള്ള മനുഷ്യർക്ക് അങ്ങിപ്പോൾ ഈ പറഞ്ഞു തന്ന ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റി ആ രണ്ട് സമയങ്ങളിലും മനസ്സ്
സമനിലയിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കാര്യം, അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ, അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ധ്രുവനിപ്പോൾ അതില്ല, അത് സാധിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് പറയാണ് ശ്ലോകം 36, അതാ അഭി മേ അവിനീതസ്യ ക്ഷാത്രം ഘോരം ഉഭേയുഷഃ സുരൂജ്യ ദുർവചഃ ബാണൈഃ ന ഭിന്നേ ശ്രയതേ ഹൃദി. അതാ അഭി, ധ്രുവൻ പറയാണ്, അതുകൊണ്ട് മേ എനിക്ക് അവിനീതസ്യ, ഒരു വിനീതനല്ലാതെ, അതായത് മനസ്സിങ്ങനെ കലുഷിതമായിട്ട് മനസ്സിനകത്ത് മനസ്സിനെ പിടിച്ചു നിർത്തി നിയന്ത്രിക്കാൻ കഴിയാതെ, അതായത് വിനീതഭാവമില്ലാതെ, ക്ഷാത്രം ഘോരം, എൻ്റെ ഘോരമായ ആ ക്ഷത്രിയ വീര്യം ഉഭേയുഷ ബാധിച്ചിട്ട്, അതാണ് ഇത് ക്ഷത്രിയൻ രക്തമാണല്ലോ ധ്രുവൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണല്ലോ അമ്മ പറഞ്ഞ് കേട്ടപ്പോൾ അഭിമാനക്ഷത സംഭവിച്ചിറങ്ങിയത്. അപ്പോൾ ആ ക്ഷത്രിയൻ്റെ ഘോരമായ ക്ഷത്രിയ വീര്യം അത് ബാധിച്ച എൻ്റെ മനസ്സിൽ എന്താ പറയുക, ആ വിനീത ഭാവമില്ലാതെ, സുരുചിയ ദുർവച ബാണൈഹി, സുരുചി എന്ന ചിറ്റമ്മയുടെ ദുർവാക്കുകളാകുന്ന ബാണം കൊണ്ട് ഭിന്നെ, പിളർന്ന ഹൃദയം, ആ ഹൃദയത്തിന്, ഭിന്നേ ഹൃദി എന്ന് വെച്ചാൽ ആ പിളർന്ന ഹൃദയത്തിന് ന ശ്രയതേ, അങ്ങ് ഈ പറയുന്നതിനെ ഒരിക്കലും ഉൾക്കൊള്ളാനോ കേൾക്കാനോ സാധിക്കില്ല. അതാണ് ആ പറഞ്ഞത്. അപ്പം ധ്രുവന് അത് പറ്റില്ല. ആ മനസ്സ് ചീത്ത പറയുമ്പോഴും, അതായത് ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും ഒക്കെ മനസ്സിനെ ഇങ്ങനെ ഒരേ ഭാവത്തിൽ പിടിച്ചു നിർത്തുക എന്ന് അങ്ങ് ഈ പറയുന്ന ഒരു സമചിത്താവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലേ, സമനിലയിൽ മനസ്സിനെ ബാലൻസ്ഡ് ആക്കി വെക്കുക എന്ന് പറയുന്നത്, അത് ഒരു ക്ഷത്രിയ ഗുണം, അതിൻ്റെ ക്ഷത്രിയ രക്തം തിളച്ചു പൊന്തുന്ന ഒരു ആ വീര്യത്തോടു കൂടിയവനാണ് ഞാൻ, അത് ബാധിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് എന്നിൽ വിനീതഭാവം ഉണ്ടാവില്ല, ആ ഭാവത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ ചിറ്റമ്മ ആയ സുരുചി പറഞ്ഞ ദുർവാക്കുകൾ കൊണ്ട് മുറിപ്പെട്ട ഹൃദയമാണ് എൻ്റെ. അതുകൊണ്ട് ആ ഹൃദയത്തിന് ആശ്വാസം, ആ മുറിവ് ഉണങ്ങണമെങ്കിൽ അതിനെനിക്ക് പരിഹാരം കിട്ടിയേ പറ്റൂ. അങ്ങ് ഈ പറയുന്ന സമനിലയിൽ അതിനെ കാണുക, അത് പ്രകൃതി നിശ്ചയം എന്ന് മനസ്സിലാക്കിയിട്ട് അതെൻ്റെ പ്രാരാബ്ധമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ബാലൻസ് ചെയ്ത് കിടക്കുക എന്ന് പറയുന്ന രീതി എനിക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അതിൻ്റെ വേദന, എൻ്റെ ഹൃദയത്തിലേറ്റ മുറിവിൻ്റെ വേദന ഉണങ്ങില്ല, അതിന് പരിഹാരം കണ്ടേ എനിക്ക് അടങ്ങാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങ് ഈ പറയുന്നതിന് ഉൾക്കൊള്ളാനോ കേൾക്കാനോ എനിക്കിപ്പോൾ സാധിക്കില്ല എന്ന് ധ്രുവൻ പറഞ്ഞു. ശ്ലോകം 37, പദം ത്രിഭുവന ഉത്കൃഷ്ടം ജിഗീഷോഃ സാധു വർത്മ മേ ബ്രൂഹ്യ അസ്മത് പിതൃഭിഃ ബ്രഹ്മൻ അന്യൈഃ അഭിഃ അനധിതിഷ്ഠിതം. പദം ത്രിഭുവന ഉത്കൃഷ്ടം ജിഗീഷോ സാധു വർത്മ മേ ബ്രൂഹ്യ അസ്മത് പിതൃഭിഃ ബ്രഹ്മൻ അന്യൈഃ അനധിഷ്ഠിതം. പദം, എന്നിട്ട് ധ്രുവൻ പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ധ്രുവൻ പറയാനട്ടാ. ആ പദം ത്രിഭുവന ഉത്കൃഷ്ടം, ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ആ പദം ജിഗീഷോ, അത് നേടിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധു വർത്മ മേ, സാധു വർത്മ, അതിനായിട്ടുള്ള ഒരു മാർഗം എന്താണ് എന്ന് മേ ബ്രൂഹി, അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. പറഞ്ഞത് കേട്ടോ. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളെ, ജയപരാജയങ്ങളെയൊക്കെ കണ്ട് അത് എൻ്റെ കർമ്മഫലമാണ് എന്ന് വിചാരിച്ച് അതിനെയൊക്കെ പ്രകൃതി നിശ്ചയം എന്ന് കരുതി അതിനെ മനസ്സിലേക്ക് എടുക്കാതെ അതൊക്കെ സമചിത്തതയോടെ അങ്ങോട്ട് തരണം ചെയ്ത് ശാന്തമായ ഭാവത്തിൽ മനസ്സ് വെച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എനിക്ക് സാധിക്കില്ല. കാരണം എൻ്റെ ഉള്ളിലൂടെ പോകുന്നത് ക്ഷത്രിയ രത്നമാണ് തിളയ്ക്കുന്നത്, ആ വീര്യമാണ്. അതുകൊണ്ട് മുറിവേറ്റ, ചിറ്റമ്മയുടെ വാക്കുകൾ കേട്ട് മുറിവേറ്റ ഈ ഹൃദയത്തിനൊരു പരിഹാരം, ആ പരിഹാരം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പദം, ആ പരമപദം, അത് നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്താണ് മാർഗം, അതെനിക്ക് അങ്ങ് പറഞ്ഞു തന്നാലും. എന്നിട്ട് പറയാണ്, അസ്മത് പിതൃഭിഹി, എൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ, അങ്ങനെ എൻ്റെ മുന്നേ ജനിച്ച എൻ്റെ പിതാമഹന്മാർ ഇവരൊന്നും തന്നെ ബ്രഹ്മൻ, അല്ലയോ നാരദ മഹർഷിയെ, അന്യൈ അഭി, ഇനി അതല്ല മറ്റാരെങ്കിലും മറ്റൊരാളും തന്നെ അനധിഷ്ഠിതം, ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു പദമായിരിക്കണം അത്. മനസ്സിലായോ? ധ്രുവൻ്റെ ആഗ്രഹം ചെറുതല്ല, 5 വയസ്സായ കുട്ടിയുടെ, അല്ലേ? എൻ്റെ അച്ഛനോ എൻ്റെ മുത്തശ്ശനോ പിതാമഹന്മാരോ പിതൃക്കളോ ഇനി മറ്റാരെങ്കിലോ ഇതുവരെ നേടിയെടുത്തിട്ടില്ലാത്ത ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പദം, അത് കിട്ടിയാലേ
ഇനി എനിക്ക് ഈ മുറിവിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പം ഏറ്റ ഈ മുറിവിന് എനിക്കൊരു പരിഹാരം വേണമെങ്കിൽ ഈ 3 ലോകങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ എൻ്റെ അച്ഛനോ മുത്തശ്ശനോ പിതൃക്കൾക്കോ മറ്റാർക്കും ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആ പരമപദത്തെ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള മാർഗം എന്തെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ശ്ലോകം 38. നൂനം ഭവാൻ ഭഗവതഃ യഹ അങ്കജഃ പരമേഷ്ഠിനഃ വിദുദൻ അടദേ വീണാം ഹിതാർത്ഥം ജഗതഃ അർക്കവത്. എന്നിട്ട് പറയാണ് നൂനം ഭവാൻ, തീർച്ചയായിട്ടും ഭഗവാനെ, ഭഗവതഃ ഭഗവാനായ യഹ അങ്ങ്, ആരാണോ അങ്ങ്, അങ്കജഃ പുത്രനാണ്, പരമേഷ്ഠിനഃ ബ്രഹ്മദേവനാണല്ലോ സൃഷ്ടികർമ്മം നടത്തിയത്. അപ്പോൾ ബ്രഹ്മദേവന്റെ പുത്രനായി ജനിച്ച നാരദ മഹർഷിയാണല്ലോ. ഇപ്പം ബ്രഹ്മദേവന്റെ പുത്രനായി ജനിച്ച ഭഗവാനായ അങ്ങ് ഒരു വീണയെ വിദുതൻ കയ്യിലെടുത്തിട്ട് മടിത്തട്ടിൽ വെച്ച് അടതേ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. ജഗതഃ ഹിതാർത്ഥം, ഈ ലോകത്തിന് ഹിതം വരാനായിട്ട്, അർക്കവത്ത് ഒരു സൂര്യനെ പോലെ. അപ്പോൾ അത് തീർച്ചയാണെന്ന്. അപ്പോൾ പറയുകയാണ് നാരദ മഹർഷിയോട്, അല്ലയോ നാരദ മഹർഷിയെ, അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്ങ് ഈ ലോകത്തിന് മുഴുവൻ നന്മ വരാൻ വേണ്ടി, ഹിതം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു വീണയും കയ്യിലേന്തിക്കൊണ്ട് ഒരു സൂര്യനെ പോലെ ഈ ത്രിലോകങ്ങളും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേക്കറിയാം ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും പരമമായ പദം ഏതാണെന്ന്. അത് നേടാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അതിനുള്ള വഴിയാണ് അങ്ങ് പറഞ്ഞു തരേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങേക്ക് അറിയാം. തീർച്ചയാണ് ഭഗവാനെ, അങ്ങ് ബ്രഹ്മദേവന്റെ പുത്രനായി വീണയും കയ്യിലേന്തിക്കൊണ്ട് സൂര്യനെ പോലെ ത്രിലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേക്ക് ആ പരമപദം എന്തെന്ന് അറിയാം. ഇനി ശ്ലോകം 39. അപ്പം ധ്രുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മൈത്രേയ മഹർഷി വിദുരരോട് പറയുകയാണ്, ഇതി ഉദാഹൃതം ആകർണ്യ ഭഗവാൻ നാരദഃ തഥാ പ്രീതഃ പ്രത്യാഹ തം ബാലം സദ്വാക്യം അനുകമ്പയാ. ഇതി ഉദാഹൃതം, ഇപ്രകാരം ധ്രുവൻ പറഞ്ഞത് ആകർണ്യ കേട്ടിട്ട് ഭഗവാൻ നാരദ മഹർഷി തഥാ അപ്പോൾ പ്രീതഃ സംപ്രീതനായിട്ട് പ്രത്യാഹ മറുപടി പറഞ്ഞു തം ബാലം ആ ധ്രുവനോട് സദ്വാക്യം സത്തായിട്ടുള്ള വാക്കുകൾ അനുകമ്പയാ കാരുണ്യത്തോടു കൂടിയിട്ട്. ഭഗവാൻ നാരദ മഹർഷി ധ്രുവന്റെ ദൃഢനിശ്ചയവും മനസ്സ് എന്താണെന്ന് അളക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത് നാരദ മഹർഷി. പക്ഷേ ധ്രുവന്റെ ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം അത് കേട്ടപ്പോൾ നാരദ മഹർഷി സംപ്രീതനായിട്ട് കാരുണ്യപൂർവം അവനോട് സദ്വാക്കുകളാകുന്ന ആ വാചകം, ആ ഉത്തരം പറഞ്ഞു. ശ്ലോകം 40. നാരദ ഉവാച ജനന്യ അഭിഹിതഃ പന്ഥാ സ വൈ നിശ്രേയസസ്യ തേ ഭഗവാൻ വാസുദേവഃ തം ഭജേ തത് പ്രവണ ആത്മനാ. ജനന്യ മകനെ, നിന്റെ അമ്മയുടെ അഭിഹിതം, നിന്റെ അമ്മ പറഞ്ഞു തന്ന പന്ഥ, ആ മാർഗം ഉണ്ടല്ലോ, അത് സഹവൈ അത് നിശ്രേയസസ്യ ശ്രേയസ്സിനായി തേ നിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്ന ആ മാർഗം തന്നെയാണ് ഭഗവാൻ വാസുദേവ. അത് ആ മാർഗത്തിലൂടെ പോയാൽ നീ എത്തിച്ചേരുന്നത് ഭഗവാൻ വാസുദേവനിലേക്കാണ്. അതാണ് ഈ ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പരമപദം. അപ്പം നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്ന, നിന്റെ ശ്രേയസ്സിനായി നിനക്ക് പറഞ്ഞു തന്ന ഒരു മാർഗം ഉണ്ടല്ലോ, പോയി തപസ് ചെയ്യൂ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കണ്ടുകൊണ്ട് ധ്യാനിച്ച് ശരണാഗതി അടഞ്ഞ് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് നീ പോകേണ്ട മാർഗം. ആ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ നീ എത്തിച്ചേരുന്ന പരമപദം ഭഗവാൻ വാസുദേവനാണ്. തം ഭജേ, ആ ഭഗവാനെ ഭജിക്കൂ, തത് പ്രവണാത്മന, ഏകാഗ്രമായ മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി നീ പോയി ഇരുന്ന് ആ ഭഗവാനെ തപസ് ചെയ്യൂ, ഭജിക്കൂ എന്ന് മാർഗം പറഞ്ഞു കൊടുത്തു. അപ്പം അവൻ്റെ ആഗ്രഹം സാധിക്കണം. നോക്കൂട്ട, ഇവിടെ ധ്രുവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കേട്ടല്ലോ, മോക്ഷമോ മുക്തിയോ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. ഈ 14 ലോകങ്ങളെയാണല്ലോ ത്രിലോകം എന്ന് വിളിക്കുന്നത്. ഈ ലോകങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായ പദത്തിലാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് എന്ന്. അപ്പോൾ മോക്ഷം മാത്രമല്ല ഭഗവാൻ അനുഗ്രഹമായി നൽകുന്നത്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ആശ്രയിക്കാനുള്ള സ്ഥാനമല്ല ഭഗവാൻ.
ഈ ഭൂമിയിലോ ഇനി ഈ 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിലോ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആശ്രയിക്കാനുള്ള ഒരേ ഒരു സ്ഥാനമാണ് ഭഗവാൻ. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. എന്തിനും, ഭൗതികമായ സന്തോഷത്തിനും ആത്മീയമായ മുക്തിക്കും എന്തിനും നമുക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം ഭഗവാനാണ്. മറ്റെല്ലാ ചിന്തകൾക്കും കുറച്ച് സ്ഥാനം കുറവ് കൊടുത്ത് അവിടെ ഭഗവാനെ മനസ്സിൽ കൂടുതലായി പ്രതിഷ്ഠിച്ച് കൂടുതലായി ഭഗവാനിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, മനസ്സ് ഭഗവാനിൽ ഇങ്ങനെ നിരന്തര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മറ്റു ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അടങ്ങി മനസ്സ് ഭഗവാനിൽ അനന്യമായ ഭക്തിയിലേക്ക് ലയിക്കുന്നതോട് കൂടിയിട്ട് അവൻ്റെ മനസ്സടങ്ങുന്നു. അപ്പോൾ അവന് ആ ജീവിതത്തിൽ എന്താണ് അവ ആഗ്രഹിക്കുന്നത്? സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതമാണെങ്കിൽ അതും, മുക്തിയാണെങ്കിൽ അതും, ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തോടു കൂടിയ ജീവിതമാണെങ്കിൽ അതും. ചുരുക്കി പറഞ്ഞാൽ ജീവിതം, ഭൗതിക ജീവിതത്തിൽ എല്ലാം നേടിത്തരാനും ആത്മീയ ജീവിതത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്താനും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാനിൽ ശരണാഗതി അടയുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞത് ശരിയാ, ആ മാർഗം തന്നെയാണ് വേണ്ടത്. അതിലേക്കൂടെ പോയാൽ നീ എത്തുന്ന പരമപദം ഭഗവാനാണ്. ശ്ലോകം 41. ധർമാർത്ഥ കാമമോക്ഷാഖ്യം യാ ഇച്ഛേത് ശ്രേയ ആത്മനഃ ഏകമേവ ഹരേഃ തത്ര കാരണം പാദസേവനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ നേടാൻ യ ഇച്ഛേത് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രേയ ആത്മന, അതായത് ഒരുവൻ തൻ്റെ ജീവിതത്തിൽ അവ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് കരുതുന്ന ധർമാർത്ഥ കാമ മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏകമേവ, ഒരേ ഒരു കാരണം, ആശ്രയിക്കാനുള്ള ആശ്രയസ്ഥാനമേ ഉള്ളൂ. അത് ഹരേഹേ, അത് സാക്ഷാൽ ഭഗവാന്റെ പാദസേവനം, ആ പാതാരവിന്ദങ്ങൾ മാത്രമാണ് എന്ന്. അപ്പോൾ ധർമ്മം, ധാർമ്മികമായ ജീവിതം നയിക്കാനും അങ്ങനെ അർത്ഥം, പണം, എല്ലാ സൗഭാഗ്യങ്ങളും പണവും സമ്പാദിക്കാനും, കാമം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനും. അപ്പം ഇതൊക്കെ ഭൗതിക സുഖങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അവ നേടാനും ഇനി അവസാനം മോക്ഷം, ആ മുക്തിയെ നേടാനും എന്തിനാണെങ്കിലും ഒരുവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ പണം സമ്പാദിക്കാനായിരിക്കാം, നല്ല സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാനായിരിക്കാം. ഇനി മുക്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, പുരുഷാർത്ഥങ്ങൾ എന്തു തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും ഒരുവന് അത് ആഗ്രഹിക്കുന്നവനെ ആശ്രയിക്കാനുള്ള ഒരേ ഒരു കാര്യം, അത് നേടിയെടുക്കാൻ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുക മാത്രമാണ്. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് മുക്തിയല്ല, പരമപദം. പിതാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നു പോലും പുറത്താക്കപ്പെട്ട നീ ഈ ത്രിലോകങ്ങളിലും വെച്ച പരമപദത്തിലെത്താൻ ആഗ്രഹിക്കുന്നത് മുക്തിയല്ല, അതും നേടിത്തരാമെന്ന്. നമ്മൾ ദേവി മഹാത്മ്യം കണ്ടില്ലേ? അതിൽ വൈശ്യനും സുരത മഹാരാജാവും രണ്ടുപേരും ദേവിയെ പൂജിച്ചപ്പോൾ സുമേധസ് മഹർഷി പറയുന്നത് പോലെ ദേവിയെ ആരാധിച്ചപ്പോൾ ദേവി പ്രത്യക്ഷയായിട്ട് ചോദിച്ചപ്പോൾ വൈശ്യൻ പറഞ്ഞത് എനിക്ക് മുക്തി വേണമെന്നാണ്. സുരത മഹാരാജാവ് പറഞ്ഞത് എനിക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും രാജാവിനെ പുറത്താക്കിയതല്ലേ എല്ലാവരും, അപ്പോൾ എനിക്ക് ആ രാജ്യവും ഭരണവും തിരിച്ചു കിട്ടണമെന്നാണ് ആഗ്രഹിച്ചത്. ദേവി അത് രണ്ടും നൽകി അല്ലേ? പ്രകൃതി അത് അവന് രണ്ടും നൽകി. അപ്പോൾ മുക്തി ആഗ്രഹിക്കുന്നവന് മുക്തിയും ഭൗതിക സൗഭാഗ്യങ്ങളും ജീവിത സുഖവും ആഗ്രഹിക്കുന്നവർക്ക് അതും ലഭിക്കും. പക്ഷെ അത് നേടണമെങ്കിൽ നമ്മൾ നമ്മുടെ ആ പൂർണ്ണ ശരണാഗതി എന്ന തലത്തിലേക്ക് മനസ്സിലെ എത്തിക്കണം. ഭഗവാന്റെ പാതാരങ്ങളിൽ കീഴടങ്ങി കൊടുക്കണം. സറണ്ടർ ആവുമ്പോൾ മാത്രമാണ് അത് സാധിക്കുന്നത് എന്ന് പറയുകയാണ്. ശ്ലോകം 42. തത് താത ഗച്ഛ ഭദ്രം തേ യമുനായ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. തത് അതുകൊണ്ട്, താത അല്ലയോ പുത്ര, ഗച്ഛ പോയിക്കോളൂ, ഭദ്രം തേ നിനക്ക് മംഗളം ഭവിക്കട്ടെ, യമുനായ അപ്പോൾ ഗച്ഛ യമുനായ നീ യമുനാ തടത്തിലേക്ക് പോയിക്കോളൂ. യമുനാ തടത്തിലേക്ക് പോവുക. അവിടെ ശുചി പരിശുദ്ധവും പുണ്യം നിറഞ്ഞതുമായ മധുവനം എന്നൊരു സ്ഥലമുണ്ട്. യത്ര
അവിടെ എന്തുകൊണ്ടാണ് അതിൻ്റെ പുണ്യം നിറഞ്ഞതെന്ന് പറയാൻ കാരണം ആ സ്ഥലത്ത് ഹരേ ഭഗവാൻ ശ്രീഹരിയുടെ നിത്യതാ സാന്നിധ്യം, നിത്യമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് മധുവനം. യമുനാ നദിയുടെ തീരത്തുള്ള മധുവനം ഭഗവാൻ ശ്രീഹരിയുടെ നിത്യ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് പോയിക്കൊള്ളുക എന്ന് നാരദ മഹർഷി ധ്രുവനെ ഉപദേശിച്ചു. ശ്ലോകം 43. സ്നാത്വാ അനുസവനം തസ്മിൻ കാളിന്ദ്യാഹ സലിലേ ശിവേ കൃത്വാ ഉചിതാനി നിവസൻ ആത്മനഃ കൽപ്പിതാസനഃ. ഇനി അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. സ്നാത്വ സ്നാനം ചെയ്യണം, അനുസവനം 3 പ്രാവശ്യം സ്നാനം ചെയ്തിട്ട്, ദിവസം 3 പ്രാവശ്യത്തിൽ അല്ലെ അങ്ങനെ സ്നാനം ചെയ്തിട്ട്, തസ്മിൻ അവിടെ കാളിന്ത്യ സലീലേ ശിവേ മംഗളകരമായ ആ കാളിന്തി നദിയിലെ ജലത്തിൽ 3 പ്രാവശ്യം സ്നാനം ചെയ്തതിന് ശേഷം കൃത്വ ഉചിതാനി ചെയ്യുക, ഉചിതമായ കർമ്മങ്ങൾ, എന്നിട്ട് നിവസൻ ആത്മനഃ അതായത് ഏറ്റവും ഉചിതമായ കർമ്മങ്ങൾ ചെയ്തിട്ട് നിവസൻ ഇരിക്കുക, ആത്മനഃ സ്വയം, കൽപ്പിതാസന നിനക്ക് ഇരിക്കാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ കൽപ്പിതാസന നല്ലൊരു ഇരിപ്പിടം ഒരുക്കിയിട്ട് അതിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞത് ആ യമുനാ നദിയുടെ തീരത്തെത്തുക, എന്നിട്ട് ആ മംഗളകരമായ കാളിന്തി നദിയിൽ 3 പ്രാവശ്യം സ്നാനം ചെയ്യുക, അതിനുശേഷം ഉചിതമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നാനം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഷ്ടാംഗയോഗ പരിശീലനത്തിൽ പഠിച്ചില്ലേ, യമം നിയമം എന്ന് പറഞ്ഞില്ലേ, അതായത് ശരീരശുദ്ധി, യമം, നിയമം, മനസ്സിൻ്റെ ശുദ്ധി. അപ്പോൾ യമം 3 പ്രാവശ്യം കാളിന്തിയിൽ സ്നാനം ചെയ്തപ്പോൾ ശരീരശുദ്ധി വന്നു. ഇനി മനഃശുദ്ധിക്ക് വേണ്ടി കൃത്വാ ഉചിതാനി ഉചിതമായ കർമ്മങ്ങളെ ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ ഈ അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങളെ, പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുമ്പോൾ മനസ്സ് അവിടെ പരിശുദ്ധമാവുന്നു. എന്നിട്ട് പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് കൃത്യമായി നിനക്ക് ഇരിക്കാൻ സുഖകരമായിട്ടുള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കി സ്വസ്ഥമായി അതിൽ ഇരിക്കുക. ശ്ലോകം 44. പ്രാണായാമേന ത്രിവൃത പ്രാണേന്ദ്രിയ മനോമലം ശനൈഹി വ്യുദസ്യ അഭിധ്യായേത് മനസാ ഗുരുണാ ഗുരും. പ്രാണായാമേന ത്രിവൃത പ്രാണേന്ദ്രിയ മനോമലം ശനൈഹി വ്യുദസ്യ അഭിധ്യായേത് മനസാ ഗുരുണാ ഗുരും. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാണായാമം ചെയ്യുക, ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്യുക. എന്നിട്ട് ത്രിവൃത പ്രാണേന്ദ്രിയ മനോമലം, ഇന്ദ്രിയ മനോമലം എന്ന് വെച്ചാൽ പ്രാണവായു, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനെ മലം എന്ന് വെച്ചാൽ അതിനെ പരിശുദ്ധമാക്കുക, അതിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയുക എന്ന് മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയാന്ന് പറയുമ്പോൾ നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ പറയില്ലേ, യമം നിയമം പ്രാണായാമം, അതാണ് ത്രിവൃത. ആദ്യത്തെ 3 ചര്യകളിലൂടെ പ്രാണവായുവിനെ ശ്വസിച്ചു വിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് അതിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയുക. മനസ്സിൻ്റെ അഴുക്കുകൾ പല ചിന്തകൾ, അതിനെ കഴുകിക്കളയുക. പിന്നെ പ്രാണവായുവിനെ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശ്വസിക്കുന്ന പ്രാണവായു നമ്മൾ അറിഞ്ഞ് ശ്വസിക്കുന്നതല്ല, അറിഞ്ഞു പ്രാണനെ വലിച്ചു വിടുക. അപ്പോൾ പ്രാണവായു ശുദ്ധീകരിക്കപ്പെടും. പിന്നെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അടക്കി നിർത്തുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അതിലെ അഴുക്കുകളെയൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ശനൈഹി പതുക്കെ വ്യുദസ്യ എന്ന വാക്കിൻ്റെ അർത്ഥം നീക്കിക്കളയുന്ന, ആ അഴുക്കുകളെയൊക്കെ പതുക്കെ നീക്കിക്കളഞ്ഞ് അഭിധ്യായേത് ഉറപ്പിച്ചു നിർത്തുക, മനസ്സിൽ ഗുരുണാ ഗുരും മറ്റൊരു ചിന്തയുമില്ലാതെ ഗുരുവിനെ, നീ ഗുരുവായി കാണുന്നത് ആരെയാണോ ആ ആളെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. ഭഗവാനെ, ഗുരുവായ ലോകത്തിൻ്റെ പരമഗുരുവായ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. അപ്പോൾ പ്രാണായാമം ചെയ്യുക. എന്നിട്ട് 3 വിധത്തിൽ ആലുള്ള ആ യമനിയമ പ്രാണായാമത്തിലൂടെ പ്രാണനെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയൊക്കെ അടക്കി അതിനെയൊക്കെ നിയന്ത്രിച്ച് പതുക്കെ അവയിലെ മാലിന്യങ്ങളെ, മനസ്സിലെ അഴുക്കുകളെയൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ആ മനസ്സിൽ, നമുക്കറിയാം അല്ലേ, തെളിഞ്ഞ ജലാശയത്തിലെ പ്രതിബിംബം കാണാൻ സാധിക്കുകയുള്ളൂ. ചിന്തകൾ കൊണ്ട് കലങ്ങി മറിഞ്ഞാൽ നമുക്ക് ഭഗവാനെ മനസ്സിൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം
അതാണ് പ്രാണായാമത്തിലേക്ക് ഏകാഗ്രപ്പെടുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസം വലിക്കുന്നതിലും വിടുന്നതിലാണ്. അപ്പോൾ മനസ്സിൽ മറ്റൊരു ചിന്തകളും വരുന്നില്ല. അപ്പോൾ മനസ്സ് അവിടെ ഏകാഗ്രമായി. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിലാണ്, തെളിഞ്ഞ ജലാശയത്തിലാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള പരിശുദ്ധമായ മനസ്സിൽ ആ പരമഗുരുവായ ഭഗവാന്റെ രൂപത്തെ ഉറപ്പിച്ചു വെച്ച് ധ്യാനിക്കുക. ആ രൂപത്തെ കണ്ടുകൊണ്ട് ധ്യാനിക്കുക എന്ന് ധ്രുവനെ ഉപദേശിച്ചു. ഇനി അങ്ങനെ മനസ്സിൽ കാണേണ്ട ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് കേട്ടോ നാരദ മഹർഷി. ഈ രൂപത്തിലാണ് നീ ഭഗവാനെ കാണേണ്ടത് എന്ന് തപസ്സിരിക്കുമ്പോൾ. അതാണ് 45 തൊട്ടിട്ടുള്ള ഒരു 5 ശ്ലോകങ്ങളിൽ പറയുന്നത്. പ്രസാദ അഭിമുഖം ശശ്വത് പ്രസന്ന വദന ഈക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം. പ്രസാദ അഭിമുഖം എന്ന് വെച്ചാൽ ഭക്തരിൽ പ്രസാദിക്കാൻ സന്നദ്ധനായിരിക്കുന്ന ഭാവം. ഭഗവാന്റെ മുഖഭാവം തൻ്റെ ഭക്തന്മാരിൽ പ്രസാദിക്കാൻ വേണ്ടി സന്നദ്ധനായിരിക്കുന്ന മുഖഭാവം. ശശ്വത്, എപ്പോഴും ആ ഭാവം. അപ്പം മനസ്സിൽ നീ കാണുമ്പോൾ ധ്രുവനോട് പറയാണ്, മനസ്സിൽ നീ കാണുന്ന ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദേഷ്യത്തിലോ കോപത്തിലോ ഇരിക്കുന്ന ഒരു മുഖമല്ല, ഭക്തന്മാരിൽ പ്രസാദിക്കാൻ വേണ്ടി തയ്യാറായിട്ട് അതിനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സന്നദ്ധനായിരിക്കുന്ന ഒരു മുഖഭാവം. അത് എപ്പോഴും ആ രൂപത്തിൽ തന്നെ, ആ മുഖത്തോടു കൂടിയ ഭാവത്തിൽ തന്നെ ഭഗവാനെ സങ്കല്പിക്കാം. പ്രസന്ന വദന ഈക്ഷണം, പ്രസന്നമായ മുഖം, അതുപോലെ തന്നെ ഈക്ഷണം കണ്ണുകൾ, സുനാസം മനോഹരമായ മൂക്ക്, സുഭ്രുവം അതായത് വളരെ മനോഹരമായ പുരികക്കൊടികൾ, ചാരുകപോലം സുന്ദരമായ നെറ്റിത്തടം, സുരസുന്ദരം സുരന്മാർ ദേവന്മാരിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു രൂപം. ദേവന്മാരെ വളരെ ഭംഗിയാണ്, അവരിലും വെച്ച് ഏറ്റവും സുന്ദരമായ അങ്ങനെ ഒരു രൂപത്തിൽ നീ മനസ്സിൽ കാണണം. അപ്പോൾ ഭക്തരിൽ പ്രസാദിക്കാൻ സന്നദ്ധനായിരിക്കുന്ന അങ്ങനെ ഒരു മുഖം, മനോഹരമായ പ്രസന്നമായ വദനം, കണ്ണുകൾ, മനോഹരമായ പുരികക്കൊടി, അതുപോലെ മൂക്ക്, നെറ്റിത്തടം, ദേവന്മാരിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു രൂപത്തെ മനസ്സിൽ നീ കാണുക. ഇനിയുണ്ട് ആ വർണ്ണന. ശ്ലോകം 46. തരുണം രമണീയാംഗം അരുണ ഈക്ഷണ അധരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം. തരുണം രമണീയാംഗം അരുണ ഓഷ്ട ഈക്ഷണ അധരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം. അപ്പം തരുണം, യൗവനമായിരിക്കണം ഭഗവാന്റെ രൂപം. പ്രായമായോ വളരെ കുട്ടിയായിട്ടുള്ള രൂപമല്ല, യൗവനത്തിലുള്ള രൂപം. രമണീയ അംഗം, മനോഹരമായ ശരീര അവയവങ്ങൾ. അരുണ ഓഷ്ടം, അതായത് ഉദയസൂര്യൻ്റെ നിറമുള്ള ഒരു ഇളം ചുവപ്പ് നിറത്തിലുള്ള ഓഷ്ടം, ചുണ്ടുകൾ. ഈക്ഷണാധരം, കടക്കൺ നോട്ടം. അപ്പം യൗവന ഭാവം, അതുപോലെ മനോഹരമായ അവയവങ്ങൾ, അതുപോലെ ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴുള്ള ഒരു ചെറിയ ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകൾ, കടക്കൺ നോട്ടം. അതാണ് ഈക്ഷണാധരം എന്ന് പറയുന്നത്. ഇനി പ്രണതാശ്രയണം, അതായത് തന്നിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തന് നൃമ്ണം, അതായത് ഏറ്റവും സുഖകരവും ശരണം പ്രാപിക്കാൻ യോഗ്യതയുമുള്ളതുമായ കരുണാർണവം, കാരുണ്യം നിറഞ്ഞതുമായിരിക്കണം. ആ കാരുണ്യത്തിൻ്റെ സമുദ്രമായിരിക്കുന്നതുമായിരിക്കണം നീ കാണുന്ന ഭഗവാൻ എന്ന്. അപ്പോൾ യൗവനഭാവം, മനോഹരമായ ശരീരാവയം, ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ചുണ്ടുകൾ, കടക്കൺ നോട്ടം, അതുപോലെ തന്നിൽ ശരണാഗതി അടഞ്ഞ ഭക്തന് ആശ്രയിക്കാവുന്ന ഏറ്റവും സുഖകരമായ മാർഗം. കഠിനമാർഗമല്ല, ഭഗവാൻ പെട്ടെന്ന് സങ്കല്പിക്കാം. ആശ്രയിക്കുന്ന ഭക്തനെ ആശ്രയിക്കാൻ പറ്റിയ, മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ ഒരു സുഖകരമായിട്ടുള്ള രൂപം. അങ്ങനെ ശരണ്യം, അതായത് ആശ്രയിക്കാൻ ഒരേ ഒരു യോഗ്യതയുള്ളതും, സുന്ദരം മാത്രമല്ല ആശ്രയിക്കാൻ ഒരേ ഒരു യോഗ്യതയുള്ളതുമായ, കാരുണ്യം കടലായിട്ടുള്ളതുമായ ആ ഭഗവാന്റെ രൂപത്തെ ആയിരിക്കണം സങ്കല്പിക്കേണ്ടത്. ഇനിയുമുണ്ട് വർണ്ണന. 47. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാ പത്മൈഹി അഭിവ്യക്ത ചതുർഭുജം. അറിയാലോ, വക്ഷസിൽ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുക്, ഘനശ്യാമം അതായത് നല്ല കരിനീല നിറം, അങ്ങനെ നിറമുള്ള പുരുഷം, പരമപുരുഷമായിട്ടുള്ള രൂപം, വനമാലിനം
പുഷ്പഹാരം ചാർത്തിയിരിക്കുന്നു. ശംഖ്, ചക്ര, ഗദ, പത്മം കയ്യിലേന്തിയിരിക്കുന്നു. എന്നിവ കയ്യിലേന്തിയിട്ടുള്ള എന്നിവയോട് കൂടിയ ചതുർഭുജം, 4 കൈകളും. അപ്പോൾ ശ്രീവത്സം എന്ന മറുക് കാണണം. ഈ ഇളം കറുത്ത കാരി എന്താ പറയുക, കാർവർണ്ണൻ എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു കറുപ്പിനോട് ചേർന്ന കടും നീല നിറം മുള്ള പുരുഷ രൂപം. വനമാല ചാർത്തിയിരിക്കുന്നു. ശംഖ്, ചക്ര, ഗദ, താമര 4 തൃക്കൈകളിലും 4 കൈകളിലുമായിട്ട് ഏന്തിയിരിക്കുന്നു. ആ രൂപമായിരിക്കണം കാണേണ്ടത്. ശ്ലോകം 48. കിരീടിനം കുണ്ടലിനം കേയൂര വലയാന്വിതം കൗസ്തുഭ ആഭരണഗ്രീവം പീതകൗശേയവാസസം. കിരീടിനം, ഭഗവാൻ രത്നം പതിപ്പിച്ച മനോഹരമായ കിരീടം ചാർത്തിയിരിക്കുന്നു. കേയൂര വലയാന്വിതം, തോൾവളകൾ അണിഞ്ഞിരിക്കുന്നു. കൗസ്തുഭ ആഭരണഗ്രീവം, അതായത് മുത്തുകളോട് കൂടിയ കേയൂര വലയാനിതം. കിരീടം എന്ന് വെച്ചാൽ കിരീടം, രത്നം പതിപ്പിച്ച കിരീടം. കുണ്ടലിനം എന്ന് വെച്ചാൽ മുത്തുകളോട് കൂടിയ കർണാഭരണം. കേയൂര വലയാന്വിതം എന്ന് വെച്ചാൽ തോൾവളകൾ അണിഞ്ഞ് അന്വിതം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കൗസ്തുഭ ആഭരണഗ്രീവം, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കണ്ടത്തിൽ കൗസ്തുഭരത്നത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പീത കൗശേയവാസം, മഞ്ഞപ്പട്ട് ഉടയാടയും ചാർത്തിയിരിക്കുന്ന രൂപമാണ് മനസ്സിൽ കാണേണ്ടത്. ശ്ലോകം 49. കാഞ്ചി കലാപപര്യസ്തം ലസത്കാഞ്ചന നോപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. കാഞ്ചി അരഞ്ഞാണം, കലാപപര്യസ്തം, അരഞ്ഞാണത്തിന്മേൽ ചെറിയ ചെറിയ മുത്തുകൾ ഞാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കിലുങ്ങുന്ന ശബ്ദം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ലസത് കാഞ്ചന നൂപുരം, കാലിൽ ലസത്ത്, കാലിൽ സ്വർണം, ഇങ്ങനെ സ്വർണത്തിൻ്റെ പാദസരം ഇങ്ങനെ ഇട്ടിരിക്കുന്ന അതിൻ്റെ ശബ്ദവും അരഞ്ഞാണം കിട്ടിയതിൻ്റെ മണികളുടെ ശബ്ദവും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ശബ്ദമൊക്കെ കേൾക്കണം. ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ അരഞ്ഞാണത്തിലെ മണികളുടെ കിലുക്കവും കാലിലെ പാദസരത്തിൻ്റെ കിലുക്കവും കേൾക്കണം. ദർശനീയതമം, അത്രയ്ക്കും കാണുന്നവൻ്റെ കണ്ണിന് അത്രയ്ക്കും കൗതുകമുണ്ടാക്കുന്ന, ആ കൗതുകത്തെ ഉണർത്തുന്ന ശാന്തം, പരമശാന്തമായിട്ടുള്ള മനോനയനവർദ്ധനം, കണ്ണിനും മനസ്സിനും ആനന്ദകരമായ ആ രൂപത്തെ ആയിരിക്കണം നീ മനസ്സിൽ കാണേണ്ടത് ധ്യാനിക്കുമ്പോൾ. ശ്ലോകം 50. പദ്ഭ്യാം നഗമണിശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത് പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ ആത്മനി അവസ്ഥിതം. പദ്ഭ്യാം നഗമണിശ്രേണ്യാ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത് പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ ആത്മനി അവസ്ഥിതം. പദ്ഭ്യാം, ഭഗവാന്റെ ആ പാദപങ്കജങ്ങളുണ്ടല്ലോ, നഖമണി ശ്രേണ്യ, അതായത് കാൽവിരലുകളിലെ ആ നഖങ്ങളുടെ കാന്തിയാൽ വിലസദ്ഭ്യാം, അതായത് ഇങ്ങനെ ആ തിളങ്ങുന്ന, വിലസദ്ഭ്യാം എന്ന് വെച്ചാൽ തിളങ്ങുന്ന ആ പദ്ഭ്യാം, പാതാരവിന്ദങ്ങളോട് കൂടിയതായിരിക്കണം. അപ്പോൾ ഭഗവാന്റെ പാദം കാണുമ്പോൾ ആ കാൽവിരലിലെ നഖങ്ങളുടെ കാന്തി കൊണ്ട് ഇങ്ങനെ പ്രകാശിക്കുന്ന പാദങ്ങൾ. സമർച്ചതാം, ആ പാദങ്ങളിൽ വേണം തന്നിൽ സമർപ്പിക്കുന്നവരുടെ ഹൃത് പത്മ കർണികാധിഷ്ണ്യം, ഹൃദയകമലത്തിൽ. അപ്പോൾ ആ പാദങ്ങളുടെ പ്രത്യേകത, ആ പാദാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുന്നവരുണ്ടല്ലോ, ആ സമർപ്പിക്കുന്നവരുടെ ഹൃത്പത്മം, ഹൃദയമാകുന്ന താമരയുടെ കർണികാധിഷ്ണ്യം, താമരയുടെ മധ്യഭാഗം ഉണ്ടല്ലോ, നടുഭാഗം, ഏറ്റവും നടുഭാഗം, അതാണ് ആ മദ്യം, അതിനെയാണ് കർണിക എന്ന് പറയുന്നത്. അതിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുവാനായിട്ട് ആക്രമ്യ, അവിടെ കയറിപ്പറ്റുന്നു ഭഗവാൻ. നീ അങ്ങനെ തപസ് ചെയ്യുമ്പോൾ, ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കണ്ടിങ്ങനെ തപസ് ചെയ്യുമ്പോൾ, ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞവൻ്റെ ഹൃദയ കമ്മലത്തിലെ മധ്യഭാഗത്തിലേക്ക് സ്ഥിതി ചെയ്യാൻ, അവിടെ വന്നിരിക്കാൻ വേണ്ടി അതിലേക്ക് ആക്രമ്യ, കയറിപ്പറ്റുന്ന ആത്മനീയ അവസ്ഥിതം, അങ്ങനെ അവിടെ കയറിപ്പറ്റി അങ്ങനെ അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ ആയിരിക്കണം നീ കാണേണ്ടത് എന്ന്. അപ്പം അങ്ങനെ ശരണാഗതി അടയുന്നവൻ്റെ ഹൃദയ പത്മത്തിൽ ഭഗവാൻ തന്നെ ആ മധ്യത്തിലായി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ആയിരിക്കണം നീ മനസ്സിൽ കാണേണ്ടത് എന്ന് ആണ് നാരദ മഹർഷി വർണ്ണിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കൊന്നും കൂടി ചൊല്ലിയാലോ ഭഗവാന്റെ വർണ്ണന. 45-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂട്ട. പ്രസാദ അഭിമുഖം ശശ്വത് പ്രസന്നവദന ഈക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. തരുണം രമണീയാംഗം അരുണ ഓഷ്ട ഈക്ഷണാധരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം.
ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മൈ അഭിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസത്കാഞ്ചന നോപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്ഭ്യാം നഗമണിശ്രേണ്യാ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ ആത്മനീയവസ്ഥിതം. ആ രൂപത്തെ നീ മനസ്സിൽ കണ്ട് ധ്യാനിക്കൂ എന്ന് ഭഗവാൻ നാരദ മഹർഷി ധ്രുവനെ ഉപദേശിച്ചു. ശ്ലോകം 51. സ്മയമാനം അഭിധ്യായേത് സാ അനുരാഗ അവലോകനം നിയതേന ഏകബോധേന നിയതേന ഏകബോധേന മനസാ വരദർശഭം. സ്മയമാനം ഭഗവാന്റെ ആ പുഞ്ചിരി, അഭിധ്യായത് ആ പുഞ്ചിരിയെ ധ്യാനിക്കണമെന്ന്. അഭിധ്യായത് വെച്ചാൽ ധ്യാനിക്കണം. അതിൻ്റെ പ്രത്യേകത സാ അനുരാഗ അവലോകനം, ഭക്തന്മാരെ വളരെ വാത്സല്യത്തോടെ നോക്കുന്നവൻ. മനസ്സിലായോ? അപ്പോൾ ഭഗവാന്റെ മുഖം കാണുമ്പോൾ ഭക്തരെ വളരെ വാത്സല്യത്തോടുകൂടി നോക്കുന്ന കണ്ണുകൾ. സാ അനുരാഗ അവലോകനം നിയതേന ഏകബോധേന, അങ്ങനെയുള്ള അതായത് ഭക്തരെ ഇങ്ങനെ അവനെ ഇങ്ങനെ വാത്സല്യത്തോടുകൂടി നോക്കുന്ന ആ രീതിയിൽ ഏകബോധേന വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടി, ബോധേന മനസ ഏകാഗ്രമായ മനസ്സോടുകൂടി വരദർശഭം ഭക്തന് വരം നൽകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ മുഖമായിരിക്കണം ധ്യാനിക്കേണ്ടത്. അപ്പോൾ ഭക്തനോട് വളരെയധികം വാത്സല്യത്തോടു കൂടിയിരിക്കുന്ന നോട്ടം, ആ നോട്ടത്തിൽ ആ കണ്ണുകൾ, അത്രയും വാത്സല്യം തുളുമ്പുന്ന കണ്ണുകളെ മനസ്സിലിങ്ങനെ കണ്ട് ഏകാഗ്രമാക്കിയിട്ട് നിന്റെ വരം നൽകുവാൻ തയ്യാറായിട്ട്, നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിനക്ക് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ മുഖം നീ മനസ്സിൽ കണ്ട് ധ്യാനിക്കണം. കണ്ടോ? അപ്പോൾ ആ ഒരു കിട്ടുമോ, ഭഗവാൻ വരുമോ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ, ഈ ഒരു സന്ദേഹത്തിനും സ്ഥാനമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വരം നമുക്ക് നൽകാൻ തയ്യാറായി അനുഗ്രഹിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെ ആയിരിക്കണം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കേണ്ടത്. ശ്ലോകം 52. ഏവം ഭഗവതഃ രൂപം സുഭദ്രം ധ്യായതഃ മനഃ നിർവൃത്യ പരയാ തൂർണം സമ്പന്നം ന നിവർത്തതേ. ഏവം ഇപ്രകാരം ഭഗവതഃ രൂപം ഭഗവാന്റെ രൂപത്തെ, സുഭദ്രം മംഗളകരമായ രൂപത്തെ, മനഃ ധ്യായതഃ മനസ്സിൽ കണ്ട് ധ്യാനിക്കുമ്പോൾ, നിർവൃത്യ അതായത് പുറത്തു കടക്കുന്നു എന്ന്, നിർവൃത്യ എന്ന് വെച്ചാൽ സ്വതന്ത്രമാവുന്നു, പരയാ മറ്റെല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന്, മറ്റെല്ലാ ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാവും. എന്നിട്ട് തൂർണം വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നം, നമ്മൾ സമ്പന്നരാവുന്നു എന്ന് വെച്ചാൽ ഭഗവാൻ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് ഭഗവത് ചിന്തയാൽ സമ്പന്നരായിട്ട് ന നിവർത്തതേ, പിന്നെ ഒരു താഴേക്കൊരു തിരിച്ചു വരവ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. അതായത് പിന്നെ അത് വിട്ടിട്ട് മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാട് കയറി പോകുന്ന ഒരു അവസ്ഥ, മനസ്സിൻ്റെ ഒരു താഴെ അവസ്ഥയിലേക്ക് പോക്ക് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ധ്യാനത്തിൽ അങ്ങനെ ലയിച്ച് ഭഗവാന്റെ ആ രൂപത്തെ കണ്ടുകൊണ്ട് അങ്ങനെ ധ്യാനിച്ച് ലയിച്ച് ഇരിക്കുമ്പോൾ ആ രൂപം, മംഗളകരമായ ആ രൂപം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ വരില്ല. അതിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രമായി വളരെ പെട്ടെന്ന് തന്നെ ഭഗവത് ചിന്തയാൽ നിൻ്റെ മനസ്സ് സമ്പന്നമാവും. പിന്നെ നിനക്ക് ആ മനസ്സിനൊരു തിരിച്ചു പോക്ക്, താഴേക്കൊരു പോക്ക് ഉണ്ടാവില്ല. ശ്ലോകം 53. ജപഃ ച പരമോ ഗുഹ്യ ശ്രൂയതാം മേ നൃപാത്മജ യം സപ്തരാത്രം പ്രപഠൻ പുമാൻ പശ്യതി ഖേചരാൻ. വളരെ ശ്രദ്ധിച്ച് കേട്ടോളട്ടാ ഈ ഭാഗം. ഇത്രയും നീ ധ്യാനിക്കാം. ഇനി ഈ ധ്യാനിക്കുന്നതിന് മുൻപ് നീ യമുനാ നദിയിൽ കുളിച്ചു വന്നിട്ട് ആ ഒരു മനഃശുദ്ധി വരുത്താൻ വേണ്ടി, ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ഒരു മനഃശുദ്ധി വരുത്തണ്ടേ? അപ്പം മനഃശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഉചിതമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ ഏറ്റവും ആദ്യം. ആ കർമ്മം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ജപഹ
ജപിക്കേണ്ട ഒരു മന്ത്രം പരമഗുഹ്യം, അതീവ പരമവും ഗുഹ്യവുമായ രഹസ്യവുമായ, അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, അത്യധികം ഗുഹ്യമായ പരമമായ ഒരു മന്ത്രം. നൃപാത്മജ, അല്ലയോ രാജപുത്ര, മേ ശ്രൂയതാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ അത് ശ്രദ്ധിച്ചു കേട്ടോളൂ. യം, ഈ മന്ത്രം സപ്തരാത്രം, 7 രാത്രികളും പകലുകളും, അതായത് 7 രാത്രിയും പകലും എന്ന് വെച്ചാൽ എന്താ, 7 ദിവസം മുഴുവൻ പ്രപഠൻ, നിർത്താതെ ജപിക്കുക എന്ന്. പുമൻ, അങ്ങനെ ജപിക്കുന്ന മനുഷ്യൻ പശ്യതി ഗേചരാൻ, പശ്യതി കാണുന്നു, ഖേചരാൻ, ആകാശചാരികളായ ദേവന്മാരെ അവന് കാണാൻ പറ്റുന്നു. ദേവന്മാരുടെ രൂപം എന്താ? സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. ആകാശചാരികളായി സഞ്ചരിക്കുന്ന സൂക്ഷ്മരൂപികളായ ദേവന്മാരെ കാണാൻ കഴിയുന്ന തലത്തിലേക്ക് അവൻ ഉണരും. എന്ന് വെച്ചാൽ അവൻ്റെ സൂക്ഷ്മ ശരീരം അവിടെ കൂടുതൽ തേജസ് നിറഞ്ഞതാവും. അപ്പോൾ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന ആകാശചാരികളായ ദേവന്മാരെ കാണാൻ സാധിക്കുമെന്ന്. അതിനുള്ള ഒരു കാര്യം, കുളി കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നിനക്ക് ഞാനൊരു മന്ത്രം തരാം, ജപിക്കാനായി പറഞ്ഞു തരാം. ഏറ്റവും പരമവും ഗുഹ്യവുമായ രഹസ്യവുമായ ആ മന്ത്രം. അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല അത്. അതുകൊണ്ടാണ് അതീവ രഹസ്യം എന്ന് വിളിക്കുന്നത്. ആ മന്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 7 ദിവസം രാവും പകലും നിർത്താതെ നീ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആകാശചാരികളായ ദേവന്മാരെ വരെ, സൂക്ഷ്മശാരികളായ ശരീരികളായ ദേവന്മാരെ വരെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി 54-ാമത്തെ ശ്ലോകത്തിൽ ആ മന്ത്രം എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അല്ലയോ വാസുദേവനായ ഭഗവാനെ, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ഇതാണ് ആ നാമത്തിന് അർത്ഥം. മന്ത്രേണ അനേന ദേവസ്യ കുര്യാത് ദ്രവ്യമയീം ബുധഃ സപര്യാം വിവിധൈഃ ദ്രവ്യൈഃ ദേശകാല വിഭാഗവിത്ത്. ഈ മന്ത്രത്താൽ, മന്ത്രേണ അനേന, ഈ മന്ത്രത്താൽ ദേവസ്യ ഭഗവാന്റെ, കുര്യാത് ചെയ്യുക, ദ്രവ്യമയീ, ദ്രവ്യമയി എന്ന് വെച്ചാൽ ഭഗവാന്റെ, ദേവസ്യ ദ്രവ്യമയി, ഭഗവാന്റെ ദ്രവ്യമയി എന്ന് വെച്ചാൽ എന്താ, ഒരു ശരീരരൂപം, ഒരു വിഗ്രഹത്തെ ബുധ, ഈ മന്ത്രം ജപിച്ചിട്ട് കുര്യാത് എന്ന് വെച്ചാൽ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? സപര്യാം, ആരാധനയെ, വിവിധൈ ദ്രവ്യേഹി, വിവിധമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് നിർത്താതെ 7 ദിവസം ഭഗവാനെ പൂജിക്കുക, ആരാധിക്കുക. ദേശകാല വിഭാഗവിത് ബുധഃ, ദേശം കാലം എന്നിങ്ങനെയുള്ള വിഭജനങ്ങളെയൊക്കെ അറിയുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, അതിനെയൊക്കെ വിട്ടിട്ട് അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാനെ വാസുദേവ രൂപത്തിൽ ആ ഭഗവാനെ കണ്ടിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിർത്താതെ ജപിച്ച് 7 ദിവസം ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ദിവ്യമായ ദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നീ ഭഗവാനെ ആരാധിക്കൂ. ഇതാണ് ആ 7 ദിവസം ചെയ്യേണ്ട കർമ്മം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന മാറ്റം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 7 ദിവസം രാവും പകലും നിർത്താതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്ന ധ്രുവന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? സദാ ഈ ഭഗവത് ചിന്തയായിരിക്കും അല്ലേ? ചൊല്ലുന്ന നാമത്തിലേക്കായിരിക്കും ധ്രുവന്റെ മനസ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ കൊട്ടാരം, പിതാവ്, ചിറ്റമ്മ, അമ്മ, അപമാനിക്കപ്പെട്ടത്, ഈ ഒരു ചിന്തയും ഉണ്ടാവില്ല. അതൊക്കെ പോയിട്ട് കാരണം ഇത് നിർത്താൻ പാടില്ലല്ലോ. രാവും പകലും ഈ നാമം ഇങ്ങനെ ജപിക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ അവനെ പറയുന്നത്, ജപിക്കുന്നത് അവനവൻ തന്നെ കേൾക്കുന്നു. അപ്പോൾ മനസ്സ് അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ 7 ദിവസം നിർത്താതെ ഇത് ചെയ്യുമ്പോൾ ആ 7 ദിവസവും മറ്റൊരു ചിന്തകളും ഇല്ലാതെ മലിനമാക്കാത്ത മനസ്സായി മാറും, ഹൃദയമായി മാറും അവൻ്റെ. അപ്പോൾ ആ മനസ്സ് പരിശുദ്ധമാക്കുമ്പോൾ പരിശുദ്ധമായ ആ മനസ്സുകൊണ്ട് നിനക്ക് ഭഗവാന്റെ നേരത്തെ പറഞ്ഞ ആ രൂപത്തെ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. അപ്പോഴേ ആ മനസ്സിൽ ആ രൂപം തെളിയൂ. അല്ലാതെ തപസ് ചെയ്യാൻ പോയി ഇരുന്ന കണ്ണടച്ച് കുറച്ചു നേരമൊക്കെ ഒരു രൂപം കാണാൻ വീണ്ടും മനസ്സ് പോവും.
ആ പഴയ ചിന്തയിലേക്ക്, കൊട്ടാരത്തിലേക്കും അപമാനിക്കപ്പെട്ടതും വേദനയും ഇതൊക്കെ ചിന്തകൾ ഇങ്ങനെ കയറി വരും. അത് മാലിന്യമാണ്. ആ മാലിന്യം കയറി വരാതിരിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം, ആ ചിന്തകൾ വിട്ടുപോകണം, ഒട്ടും വരാതിരിക്കണം. അതിനായിട്ടാണ് ഈ മന്ത്രജപം ഇങ്ങനെ ഇടതടവില്ലാതെ ചെയ്യാൻ 7 ദിവസം പറഞ്ഞത്. അപ്പോൾ അതിൽ മാത്രം മനസ്സ്, ആ നാമത്തിൽ മാത്രം ഏകാഗ്രപ്പെടുമ്പോൾ മറ്റൊരു മനോമാലിന്യമാകുന്ന ചിന്തകളും വരാതെ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ഇനിയൊരു തപസ്സിന് ധ്രുവൻ യോഗ്യനായിത്തീരും. അപ്പോൾ കണ്ണടച്ച് മനസ്സിൽ ആ ഭഗവാന്റെ രൂപത്തെ സങ്കല്പിച്ച് ധ്യാനിച്ച് ആ രൂപത്തിൽ മാത്രം ഉറച്ച ഒരു സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നീട് അവിടെ നിന്നൊരു തിരിച്ചുവരവ് ധ്രുവനുണ്ടാവില്ല. ആ ഒരു ഭാവത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സ് ഏകാഗ്രപ്പെടുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ സത്യയുഗത്തിലാണ് നടക്കുന്നത് എന്നുകൊണ്ട് അന്നുള്ളവരോട് അങ്ങനെയാണ് ഉപദേശിച്ചിരുന്നത്. പക്ഷേ ദ്വാപരയുഗം വന്നപ്പോഴേക്കും കൃഷ്ണൻ എന്താ അർജുനനോട് പറഞ്ഞു കൊടുത്തത്? തപസ് ചെയ്യാനാണോ? യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ പോയി തപസ് ചെയ്യണമെന്നാണോ? സത്യയുഗത്തിൽ ധ്രുവൻ ഉപദേശിച്ചത് അതാ ഭഗവാൻ. ത്രേതായുഗം വന്നപ്പോൾ മാറി. ദ്വാപരയുഗം വന്നപ്പോൾ കൃഷ്ണൻ അർജുനനോടും ഓരോരുത്തരോടും പോയി തപസ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ഈ ആഗ്രഹം സാധിക്കൂ എന്നല്ല പറഞ്ഞു കൊടുത്തത്. അല്ലല്ലോ, ദ്വാപരയുഗം വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ഈ യുഗത്തിൻ്റെ തത്വം എന്താ, ധർമ്മം എന്താ? കർമ്മം ചെയ്യൂ, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. അതാണ് ദ്വാപരയുഗത്തിൻ്റെ ധർമ്മം. അത് തന്നെയാണ് കലിയുഗത്തിൻ്റെയും ധർമ്മം. അതായത് നമുക്ക് തപസ്സല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ജീവിതം തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക. ഈ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ, സന്തോഷങ്ങളെ, നിരാശകളെ, നഷ്ടങ്ങളെ, വേദനകളെ, നേട്ടങ്ങളെ, വിജയങ്ങളെ, എല്ലാ അനുഭവങ്ങളെയും ആ ഭഗവാനിൽ, ആ പ്രകൃതിയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതാണ് കലിയുഗത്തിൻ്റെ ധർമ്മം. അതാണ് അർജുനന് ഭഗവാൻ ദ്വാപരയുഗത്തിൽ പറഞ്ഞു കൊടുത്തത്. ഇതാണ് ദ്വാപരയുഗത്തിൻ്റെ ധർമ്മം എന്ന്. അല്ലാതെ തപസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. തപസ് ചെയ്യാൻ പോകാൻ അർജുനൻ തയ്യാറായിരുന്നു, പക്ഷെ ഭഗവാൻ വിട്ടില്ല. പോയാൽ നിനക്ക് സമാധാനം കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ക്ഷത്രിയനായിരുന്നു അർജുനനും, ഇവിടെ ധ്രുവനും ക്ഷത്രിയനായിരുന്നു. പക്ഷേ സത്യയുഗത്തിൻ്റെ ധർമ്മം വേറെയാ, അവിടെ തപസ്സാണ് വലുത്. അപ്പോൾ ധ്രുവൻ അങ്ങനെ തപസ്സിനായിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചു. പോയി തപസ് ചെയ്യുന്നതിന് മുൻപ് ഈ നാമം ഈ മന്ത്രം 7 ദിവസം ഇടതടവ് കൂടാതെ ജപിച്ച് മനസ്സിലെ മാലിന്യങ്ങളെ കളഞ്ഞ് അങ്ങനെ ഭഗവാനെ പൂജിച്ച് മനസ്സ് പരിശുദ്ധമാക്കി ഏകാഗ്രമായ മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. ശ്ലോകം 55. സലിലൈഹി ശുചിഭിഹി മാലൈഹി വനൈഹി മൂലഫലാദിഭിഹി ശസ്താ അങ്കുര അംശുഗൈഹി ശസ്താ അങ്കുര അംശുഗൈഹി ച അർച്ചേതു തുളസ്യ പ്രിയയാ പ്രഭും. അപ്പോൾ ഭഗവാനെ ദിവ്യമായ ദ്രവ്യങ്ങൾ നൽകി ആരാധിക്കാൻ, പൂജിക്കാൻ പറഞ്ഞില്ലേ? ആ ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സലിലൈ ശുചിഭിഹി, ശുദ്ധമായ ജലം. മാലൈ വനൈഹി, വനത്തിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് വനത്തിൽ നിന്നും കിട്ടുന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ഭഗവാന്റെ രൂപത്തിൽ വിഗ്രഹത്തിൽ ചാർത്തുക. മൂലഫലാദിഭിഹി, വനത്തിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പിക്കുക, അർച്ചിക്കുക. പിന്നെ ശസ്ത അങ്കുര അംശുഗൈഹി, ശസ്ത പുതുതായി മുളച്ച കറുകപ്പുല്ല്, അതുകൊണ്ട് പൂജിക്കാൻ പറ്റുകയാണെങ്കിൽ പൂജിക്കാം. ഇനി അർച്ചേത് തുളസ്യാ പ്രിയയാ പ്രഭു, പ്രഭുവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസിയാണ്. അപ്പോൾ തുളസിക്കതിരുകൾ കൊണ്ടുവച്ചും ഭഗവാനെ ആരാധിക്കൂ. ഇപ്പം ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ശുദ്ധമായ ജലം, കാട്ടുപൂക്കൾ കൊണ്ടുള്ള ഹാരം, ഫലമൂലാദികൾ, കാട്ടിൽ നിന്നും കിട്ടുന്ന പഴങ്ങൾ അർപ്പിക്കാം. പിന്നെ പുതുതായി മുളച്ചു പൊന്തിയ കറുകപ്പുല്ല് കൊണ്ടുവയ്ക്കാം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയും കൊണ്ടുവന്ന് വെച്ച് ഭഗവാന്റെ രൂപത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിനക്ക് ഭഗവാനെ 7 ദിവസം ആരാധിക്കാം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, സ്നാനം കഴിഞ്ഞ് വന്നിട്ട് ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ